എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നത് ജൈവവളങ്ങൾ പുളിപ്പിക്കുമ്പോൾ അറിയേണ്ട അളവിനെക്കുറിച്ചാണ്. അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇലകൾ കൊഴിഞ്ഞു പോകും, വാടി കൊഴിഞ്ഞു പോകും. ജൈവവളം ആണെന്ന് കരുതി പവർ കുറവാണെന്ന് കരുതരുത്. ഇത് പുളിച്ച് കഴിയുമ്പോൾ ശരിയായ രാസമാറ്റം സംഭവിച്ച് നല്ല പവറിലോട്ട് മാറും. സാധാരണ നമ്മളെ വീട്ടിലുള്ള നമ്മൾ പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ വീട്ടിൽ കിട്ടുന്ന ഐറ്റങ്ങൾ വലിയ അളവ് കൂടിപ്പോയാലും കുറഞ്ഞാലും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് കൂടാതെ എല്ലുപൊടി, ഇവ മൂന്നും നമ്മൾ പുളിപ്പിക്കാൻ വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അളവ് കറക്റ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ 1 ലിറ്ററിൻ്റെ ഇതിലെടുത്ത് പുളിപ്പിച്ച് 5 ലിറ്ററോട്ട് മാറ്റുന്നൊരളവാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിനെ ഒന്ന് പുളിപ്പിക്കുക. 2 ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം 2 3 ആയാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ അതിന് 5 ലിറ്ററോട്ട് മാറ്റണം. ആ ഒരു അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അളവ് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ഇലകൾ കൊഴിഞ്ഞു പോകും. ആദ്യം 1 ലിറ്റർ വെള്ളം എടുക്കുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അളവ് നമ്മുടെ വീട്ടിലൊന്നും ഗ്രാമം തൂക്കാൻ കാണത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരാളുടെ ഒരു കൈക്ക് ഓരോ പിടി എല്ലുപൊടി, 1 പിടി വേപ്പിൻ പിണ്ണാക്ക്, 1 പിടി കടലപ്പിണ്ണാക്ക്, ഇത് മൂന്നും നമ്മൾ നന്നായി ആ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് നന്നായി പൊളിച്ചതിന് ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളത് ഒരു 4 ലിറ്റർ വെള്ളം കൂടെ എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്യുക. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് 1 ദിവസം അടച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം മുതൽ നമുക്കിത് ചെടിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ചെടിയിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ മണ്ണ് നമ്മൾ നല്ല ഇളക്കി മാറ്റിയതിന് ശേഷം മാത്രം, നല്ലതുപോലെ ഇളക്കി ഇട്ടതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ചട്ടിയിൽ നടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മണ്ണ് എപ്പോഴും ഇതുപോലെ വെള്ളം ഈർപ്പം പിടിച്ചു നിർത്താൻ കഴിവുള്ള മണ്ണ് വേണം ഉപയോഗിക്കാൻ. ഡ്രൈ ആയിട്ടുള്ള മണ്ണുകൾ ഉപയോഗിക്കരുത്. ചകിരിച്ചോറോ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കൊടുക്കുന്ന വളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. മഴ സമയത്ത് പരമാവധി നമ്മളിത് ഈ വളം മൂട്ടിൽ ഒഴിച്ച് കൊടുക്കേണ്ടതില്ല. മഴ കഴിയുമ്പോൾ നമ്മളിത് ഒഴിച്ച് കൊടുക്കുക. പുളിപ്പിക്കുന്ന വളം പൊളിച്ച് കഴിയുമ്പോൾ നല്ല രാസമാറ്റം സംഭവിക്കും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക.